ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായും സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇൻസുബോർഡ് ആൻഡ് വി ബോർഡ് സീലിംഗ് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്ത് വി ബോർഡ് ചെയ്തിട്ടുള്ള പോർഷൻസൊക്കെ പുട്ടിയിട്ടിട്ട് കവർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. വി ബോർഡ് മാത്രമല്ല, ഫ്രണ്ട് ചുമര് മൊത്തത്തിൽ പുട്ടിയിടുന്നുണ്ട്. എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രണ്ടാളാണ് കേട്ടോ പണിക്കുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്നാക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ കുറച്ച് ബീഫും എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ളൊരു 6 സവാളയും ചെറിയ 2 ക്യാരറ്റും കുറച്ച് ബീൻസും പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് എന്നിവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫിലൊക്കെ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. ഇനി സവാളയൊക്കെ നല്ല രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടെടുക്കുക. വളരെ തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീഫും ചിക്കനൊക്കെ വേവിച്ച് വെക്കുന്ന സമയത്ത് ഒരല്പം അതിൽ നിന്ന് മാറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാം. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ചായക്കടിക്ക് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു പോർഷന് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീഫില്ലേ, അത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെറും കുറച്ച് ഗരം മസാല മാത്രം അവസാനത്തിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ബീഫിൽ അത്യാവശ്യം മസാല ഉണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്കും ആ ഒരു മസാല മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. അവസാനത്തിൽ ഇതുപോലെ ഒരല്പം ഗരം മസാല തൂവി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയൊരു ദോശ തവ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് വെച്ച് കൊടുത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ 2 സൈഡും. ബ്രെഡെല്ലാം ഞാൻ ഇതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുക. മസാല ബ്രെഡിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. നല്ല സ്ട്രോങ്ങിലൊരു ചായ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചായക്ക് കുടിച്ചതിന് ശേഷം അവർ വീണ്ടും അവരുടെ ജോലി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.